നമ്മൾ ഇനി എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളത്ത് നിന്ന് ഡാനി പോൾ ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രത്യേകിച്ച് എറണാകുളത്ത് മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം. അത് ഡാനിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഡാനി, പ്രത്യേകിച്ച് മഴ നിലവിലത്തെ സാഹചര്യം എങ്ങനെയുണ്ട്? നമുക്കിപ്പോൾ അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത്. ഇപ്പോൾ തീവ്രമഴ മുന്നറിയിപ്പുള്ള സാഹചര്യമാണ് നിലവിൽ എറണാകുളത്ത്. പക്ഷേ മഴ ഇപ്പോൾ ശക്തമായി പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം? എറണാകുളം ജില്ലയിൽ മഴയ്ക്കൊരു താൽക്കാലിക ശമനം എന്നെല്ലാം പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഓറഞ്ച് അലർട്ട് ഇന്നലെയും ഇന്നും അല്ല ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും ഇതിനൊരു ഇടവേളകളുണ്ട് മഴയ്ക്ക്. നിശ്ചയമായും അതൊരു തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴയിൽ തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല, ഇടവേളകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ലയ്ക്ക് അതൊരു ആശ്വാസമാവുന്നത്. പ്രത്യേകിച്ച് നഗരത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ഇത് മഴയ്ക്ക് ഒരു ഇടതൂർന്ന് ലഭിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് അതിരൂക്ഷമായ രീതിയിലുള്ള വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നഗരത്തിൽ, പ്രത്യേകിച്ച് കൊച്ചി നഗരവും അതിൻ്റെ ചുറ്റുപാടുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് രൂപപ്പെടാതിരിക്കുന്നതെന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് പോകുമ്പോൾ, മൂവാറ്റുപുഴയും കോതമംഗലവും എല്ലാം ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ശക്തമായ രീതിയിലുള്ള മഴ ലഭിച്ചു. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ മഴയ്ക്ക് അവിടെയും ഒരു താൽക്കാലിക ശമനം എന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങളായിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇടുക്കിയിലടക്കം ലഭിച്ച ശക്തമായ മഴ, അതിൻ്റെ ഒരു നീരൊഴുക്ക്, അതിൻ്റെ ഒരു മലയോര മേഖലകളിലെല്ലാം ലഭിച്ച മഴയോ അത് പിന്നീട് അത് ഒഴുകിയെത്തുന്നത്, പിന്നീട് അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലേക്കെല്ലാം തന്നെയാണ്. കാരണം അത് ഒഴുകി വരുന്നത് മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചാണ് ഈ മഴ പെയ്ത്തെല്ലാം തന്നെ ഒഴുകി വരുന്നത്. അപ്പോൾ ആ ചുറ്റുപാടും പരിസരവും എല്ലാം തന്നെ ഇപ്പോഴും ഈ വെള്ളപ്പാച്ചിലെല്ലാം ആ പിടിയിൽ തന്നെയാണ്. മൂവാറ്റുപുഴയാറിനെയും തൊടുപുഴയാറുമെല്ലാം ഈ അപകട നിര, ജലവിധാനത്തിന് അപകടനില അതിന് മുകളിൽ എന്ന രീതിയിലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. മലങ്കര ഡാം ഉൾപ്പെടെയുള്ളവ വെള്ളം ഉയർന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വൃഷ്ടിപ്രദേശങ്ങളിൽ ദുരിതം അപ്പോഴും തുടരുകയാണ്. ഇവിടെ 8 ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുള്ളതിൽ കോതമംഗലത്ത് 2, കുന്നത്തുനാട് 2, മൂവാറ്റുപുഴയിൽ 4 ക്യാമ്പുകൾ തുറന്നിട്ടപ്പോൾ അവിടെ ഏതാണ്ട് 38ഓളം കുടുംബങ്ങളിൽ നിന്നായി 100-ലധികം പേരെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഈ ഭാഗത്താണ്, കിഴക്കൻ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് ഈ ഭാഗത്താണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളക്കെട്ടിൻ്റെ പിടിയിലായ മൂവാറ്റുപുഴ ടൗൺ പരിസരം പ്രദേശങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുന്നു. കാരണം ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങുന്നു എങ്കിൽ കൂടിയും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല. അവിടെയും ഇനിയും നിരവധിയായ വീടുകൾ വെള്ളക്കെട്ടിൻ്റെ പിടിയിലായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി റോജി എം ജോൺ ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർശിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. അത് മഴ ഒന്ന് ഒതുങ്ങിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ വെള്ളപ്പാച്ചിൽ ആറുകളിലൂടെയുള്ള വെള്ളം വരുന്നത് ഒന്ന് കുറഞ്ഞാൽ മാത്രമേ, ജലവിധാനത്തിൻ്റെ ഒരു അളവ് കുറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ആശ്വാസകരമായ ഒരു കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. അതോടൊപ്പം ജില്ലയുടെ ഈ തീരമേഖലകളുണ്ട്, പ്രത്യേകിച്ച് ഈ കണ്ണമാലിയും ചെല്ലാനവും വൈപ്പിൻ പോലുള്ള മേഖലകൾ. അവിടെ ഈ വേലിയേറ്റ സമയത്ത് കടലാക്രമണം രൂക്ഷമായ സാഹചര്യമാണ്. ഇന്നലെ ചെല്ലാനത്തും മന്ത്രി റോജി എം ജോൺ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ അത്തരം ക്രമീകരണങ്ങൾ ഒരുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണകളെല്ലാം തന്നെയും കടലാക്രമണം രൂക്ഷമായ മേഖലകളായിരുന്നു ഈ ടെട്രാപ്പോഡ്, കടൽഭിത്തിയില്ലാത്ത കണ്ണമാലി പോലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലായാൽ ക്യാമ്പുകൾ തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് ജില്ലയുടെ ഒരു ബുദ്ധിമുട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത് കിഴക്കൻ മേഖലകളാണ്. തീരമേഖലകളിലേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് വേലിയേറ്റ സമയത്താണ് കൂടുതലായും അനുഭവിക്കുന്നത്. തീരദേശത്ത് താമസിക്കുന്ന അതോടൊപ്പം തന്നെ റോഡുകൾ, ഇതെല്ലാം തന്നെ വിഷയമാവുന്നുണ്ട്. മറ്റിടങ്ങൾ നഗരത്തിലേക്ക് വരുമ്പോൾ കാര്യമായ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടില്ല. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ രീതിയിലുള്ളൊരു മഴ, അതായത് തുടർച്ചയായി ഒരു മഴ പെയ്ത നഗരം കേന്ദ്രീകരിച്ചില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ആശ്വാസം എന്നെല്ലാം തന്നെ പറയുന്നത്. മുൻകാലങ്ങളിൽ അതിശക്തമായ മഴ നഗരത്തിൽ ലഭിക്കുകയും തുടർന്ന് വെള്ളക്കെട്ടുകൾ രൂപീകൃതമാവുകയും ചെയ്യുന്നൊരവസ്ഥയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇക്കുറി അങ്ങനെ വന്നിട്ടില്ല. ഇന്ന് വിദ്യാലയങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ അവധി നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടും മുന്നറിയിപ്പും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. ഇതാണ് ജില്ലയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ശരി, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
നൽകിയത്. അങ്ങനെ പത്തനംതിട്ടയും കോട്ടയും എറണാകുളത്തും ഒക്കെ തന്നെ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. വളരെ ശക്തമായ മഴയൊന്നും പെയ്യുന്നില്ല. നമ്മുടെ 3 റിപ്പോർട്ടർമാരെ അവിടെ നിൽക്കുമ്പോൾ പോലും മഴയൊന്നും പെയ്യുന്നില്ല. അതൊരു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.